പ്രിയമുള്ളവരെ, ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ഞാൻ മുന്നോട്ട് വന്നത് ഞാനാണ് അതിന് ഏറ്റവും പറ്റിയ ആൾ എന്നുള്ളതുകൊണ്ടല്ല. എന്നെക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ശ്യാംകുമാർ. പക്ഷേ കുറച്ചും കൂടിയൊക്കെ ആൾ ഈ യോഗത്തിൽ വന്നിട്ട് മതി ശ്യാംകുമാർ സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ആദ്യം തന്നെ സംസാരിക്കാൻ വരുന്നത്. ഇപ്പോൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ആയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ പ്രശ്നമാണ് ഈ സംവാദത്തിൽ പരിഗണിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. പഴയ ഇന്ത്യ പുതിയ ഇന്ത്യയായി, പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ എന്ന് അർത്ഥം എടുത്താൽ അതിലപ്പുറം അർത്ഥം എടുക്കണ്ട, മാറുന്നതിൽ പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം പാശ്ചാത്യ അധിനിവേശം തന്നെയാണ്, കൊളോണിയലിസം. ഈ കൊളോണിയലിസം സ്വയം ന്യായീകരിക്കാൻ വേണ്ടി അവരവകാശപ്പെട്ടത് പ്രാകൃതരായ ഇന്ത്യക്കാരെ പരിഷ്കരിക്കുക എന്നതാണ് തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്നായിരുന്നു. ഈ വാദം അന്നത്തെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ വിഭാഗവും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ ഒരു യോജിപ്പോടുകൂടി നിന്നും നല്ല അർത്ഥം. ഇതിനെ രണ്ട് രീതിയിലാണ് അന്ന് ആളുകൾ കണ്ടത്. ഇന്ത്യയെ പരിഷ്കരിക്കാൻ ആണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. പ്രാകൃതമാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രാകൃതത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷനാണ് ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയെക്കുറിച്ച് മാർക്സിൻ്റെ ഒരു കമൻ്റ്, ഡിസിസീവ് ഇംപെഡിമെന്റ് ടു ഇന്ത്യൻ പ്രോഗ്രസ്, ഇന്ത്യയുടെ പുരോഗതിയുടെ മുഖ്യ തടസ്സം ജാതി വ്യവസ്ഥയാണ് എന്ന് വളരെ കൃത്യമായി മാർക്സ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രാകൃതാവസ്ഥയുടെ മാനിഫെസ്റ്റേഷൻ, പല മാനിഫെസ്റ്റേഷനിൽ ഒന്ന് ജാതി വ്യവസ്ഥ തന്നെയാണ്. അപ്പം ഞാൻ ആ ഒരു ആസ്പെക്റ്റ് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഈ ജാതി വ്യവസ്ഥ പോണം എന്നാഗ്രഹിച്ചവരൊക്കെ ബ്രിട്ടീഷ് അധിനിവേശത്തെ ഏറെക്കുറെ സ്വാഗതം ചെയ്യാൻ ചെയ്തു. എന്നാൽ ജാതി വ്യവസ്ഥ വേണം എന്ന് വാശി പിടിച്ചവർ ഏറെക്കുറെ എല്ലാവരും ബ്രിട്ടീഷ് അധിനിവേശത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം. എന്നാൽ ഈ രണ്ട് സ്കൂളിലും പെടാത്ത ഒരു വിചാരധാരയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ സ്വാധീനിച്ചു. ഈ വിചാരധാരയാകട്ടെ അതിൻ്റെ തുടക്കം നമുക്ക് മാർക്സിൽ തന്നെ കാണാം. മാർക്സ് ഇന്ത്യയിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്ത്യയുടെ, ലോകത്തിലെല്ലായിടത്തും വന്ന പോലെ ഇന്ത്യയുടെ ഭാഗധേയങ്ങളെ, ഇന്ത്യൻ ജനത നേരിടുന്ന വേദനകളെ ഒക്കെ വലിയ സഹാനുഭൂതിയോടുകൂടി നോക്കിക്കണ്ട ഒരാളാണ് മാർക്സ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഇന്ത്യയെക്കുറിച്ചുള്ള കുറിപ്പുകൾ 1853 മുതൽ 1858 വരെ ഇടവിട്ട് ഒരു അമേരിക്കൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ ആദ്യത്തെ കുറിപ്പ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് ആദ്യത്തെ കുറിപ്പിൽ. അത് 1853 ജൂൺ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തെ കുറിപ്പ് ദ ഫ്യൂച്ചർ റിസൾട്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ,
അത് 1853 ആഗസ്റ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ ഒരു രണ്ടാമത്തെ ലേഖനം വളരെ പ്രധാനമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഇംഗ്ലണ്ട് ഹാസ് ടു ഫുൾഫിൽ ഇൻ ഇന്ത്യ. എന്താണ് ഇംഗ്ലണ്ട് ഹാസ് ടു ഫുൾഫിൽ? എന്താണ്? 2 ദൗത്യങ്ങൾ ഇംഗ്ലണ്ടിന് ഇന്ത്യയിൽ നിർവഹിക്കാനുണ്ട്. അതിലൊന്നെന്താണ്? ഒന്ന് ഡിസ്ട്രക്റ്റീവാണ്, മറ്റൊന്ന് റീജനറേറ്റീവ്. ഒന്ന് നശീകരണമാണ്, മറ്റത് നവീകരണമാണ്. ഈ നശീകരണം എന്ന് പറഞ്ഞാൽ ഏതാ നശീകരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പ്രാകൃതമായ ഇന്ത്യയുടെ നശീകരണം. നവീകരണം എന്ന് പറഞ്ഞാലോ പുതിയ ഇന്ത്യയുടെ ഒരു അടിത്തറ പാകല്. അപ്പൊ പഴയ ഇന്ത്യയെ തകർക്കുകയും പുതിയ ഇന്ത്യക്ക് അടിത്തറ പാകുകയും ചെയ്യാൻ അൺകോൺഷ്യസ് ടൂൾ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ അബോധാത്മകമായ ഉപകരണമായി ബ്രിട്ടീഷ് ഭരണം മാറും എന്ന ഒരു പ്രതീക്ഷ ഈ രണ്ടാമത് പറഞ്ഞ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ മാർക്സ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ലേഖനം തന്നെ പരിസമാപിക്കുന്നിടത്തെത്തുമ്പോൾ അദ്ദേഹം കുറെ കൂടി കൃത്യമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വാരി വിതറിയ നവീകരണത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ, തഴയ്ക്കണമെങ്കിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഭരണത്തെ, ബ്രിട്ടീഷ് കൊളോണിയൽ നുഖത്തെ വലിച്ചെറിയണം എന്ന് ഒരുപക്ഷെ ലോകത്തിലെ ആദ്യം നിരീക്ഷിച്ച ചിന്തകനാണ് മാർക്സ്. ഞാൻ പറഞ്ഞത്, ഇന്ത്യക്കാരിൽ 2 വിഭാഗങ്ങൾ, ഒരു കൂട്ടർ ജാതി പോണെന്നുള്ളവർ, മറ്റൊരു കൂട്ടർ ജാതി വേണമെന്നുള്ളവർ. ജാതി പോണെന്നുള്ളവർ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചു, ജാതി വേണമെന്നുള്ളവർ ബ്രിട്ടീഷുകാരെ എതിർത്തു. എന്നാൽ ജാതി പോണെങ്കിൽ ബ്രിട്ടീഷുകാർ പോകണം എന്ന് പറഞ്ഞാൽ ആന്റി കൊളോണിയലിസവും ആന്റി കാസ്റ്റിസും തമ്മിലുള്ള രക്തബന്ധം ആദ്യമായി അടിവരയിട്ട് കാണിച്ച ഒരു ചിന്തകനാണ് മാർക്സ്. ആ കുറിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ ഫ്യൂച്ചർ റിസൾട്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കുറിപ്പ്. ഇപ്പോ ഈ കാര്യം ഈ മാർക്സ് 1853 ഈ കുറിപ്പിൽ പറയുന്ന കാര്യം കൃത്യവും സത്യവുമാണ് എന്ന് പിന്നീട് മനസ്സിലായി. കണ്ണുള്ളവർക്കൊക്കെ മനസ്സിലായി. ഇപ്പോഴും കണ്ണില്ലാത്ത പലരുണ്ട്, കാണാൻ പറ്റാത്തവരുണ്ട്. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണും വേണം. അതുകൊണ്ട് ഉണ്ടായിട്ടും കാണാൻ പറ്റാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നം. അപ്പോ 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കും. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്ടോറിയ റാണിയുടെ ഒരു വിളംബരം, ആ വിളംബരത്തിൽ അവർ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടൊരു കാര്യം, ഇന്ത്യയെ നവീകരിക്കുക എന്ന പരിപാടിയൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. മാർക്സ് 1853 തന്നെ മാർക്സ് നിരീക്ഷിച്ചു. അതാണ് വിക്ടോറിയ റാണി എൻഡോഴ്സ് ചെയ്തു. ഇന്ത്യയെ നവീകരിക്കുന്നത് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയുടെ നവീകരണത്തിന് തടസ്സം നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ ജാതി, EMSന്റെ ഭാഷയിൽ പറഞ്ഞ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ, ഈ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുമായി സന്ധി ചെയ്തുകൊണ്ട്, വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സന്ധി ചെയ്തുകൊണ്ട് ഇന്ത്യയെ കൊള്ള ചെയ്യുക എന്ന കാര്യപരിപാടി നടപ്പാക്കാനാണ് ബ്രിട്ടീഷ് അധികാരികൾ 1858 ശേഷം മുന്നോട്ട് വന്നത്. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ 1858 മുതൽ 1947 വരെ ഇന്ത്യ ഭരിച്ചത് കേവലം ബ്രിട്ടീഷുകാർ മാത്രമല്ല. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ജാതിജന്മി നാടുവാഴികളും പുറമെ ബ്രിട്ടീഷുകാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് 1858 മുതൽ 1947 വരെ ഇന്ത്യ ഭരിച്ചു. വളരെ പ്രധാനപ്പെട്ട ആശയമാണ്.
ഇത് രസകരമായൊരു കാര്യം എന്താ, നമ്മൾ പറയാം താങ്ങും തണലെന്ന് പറയും. ബ്രിട്ടീഷ് ഭരണത്തിന് താങ്ങായിട്ട് ഈ ഇന്ത്യയിലെ ജാതിജന്മി നാടുവാഴിത്തവും ഇന്ത്യയിലെ ജാതിജന്മി നാടുവാഴിത്തത്തിന് തണലായിട്ട് ബ്രിട്ടീഷ് ഭരണവും ഈ പറഞ്ഞ കാലം മുഴുവൻ ഇന്ത്യയിൽ നിലനിന്നു. ഇതാണ് മാർക്സ് പറഞ്ഞത്. ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാതെ യാദൃച്ഛികമായി അവിചാരിതമായി ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എന്താണ് ഈ മണ്ണിൽ വെതറിയിട്ട ആധുനികതയുടെ വിത്തുകൾ മുളയ്ക്കാൻ പോകുന്നില്ല. അത് മണ്ണിൽ തന്നെ കിടന്ന് മുരടിച്ചു പോകും. അത് മുളയ്ക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണമെന്ന മാർക്സിന്റെ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ പറഞ്ഞ ഒരേ ഒരു ചിന്തകനാട്ടോ മാർക്സിന്റെ ഈ നിരീക്ഷണം ശരിയാണ് എന്ന് ഈ വിക്ടോറിയ റാണിയുടെ വിളംബരം അർത്ഥശങ്കക്കിടയിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനും വകയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവ തമ്മിൽ പരസ്പരം താങ്ങും തണലും വഴി നിൽക്കിച്ചു. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായും ഒപ്പം ഇന്ത്യയിലെ ഈ പരമ്പരാഗത റൂളിംഗ് ക്ലാസ്സിനെതിരായും ഉള്ള പോരാട്ടമായി കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ മാറ്റിത്തീർക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയുടെ പൊതുവായ ചരിത്രഗതിയിൽ നിന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ വഴി മറ്റൊന്നായി മാറും. ഇതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പുതിയ കാര്യമല്ല. ഈ ഒരു 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 പാരഡൈം ഷിഫ്റ്റ് അതായത് ഇന്ത്യയുടെ പൊതു ആയിട്ടുള്ള ഇപ്പം ഗാന്ധി, ഞാനത് പറയാം, ഇപ്പം ഗാന്ധി അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും ഈ രണ്ട് സ്കൂളിൻ്റെ പ്രതികളാണ്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ഇന്ത്യയുടെ പഴയ ഇന്ത്യയെ നിലനിർത്തിക്കൊണ്ട് നിലനിർത്താൻ ബ്രിട്ടീഷുകാർ പോകണമെന്നാണ് ആരും വിചാരിച്ചത്? ഗാന്ധി വിചാരിച്ചത്. പുതിയ ഇന്ത്യ പുലരാൻ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഭരണം സഹായകരമാവും എന്നാണ് അംബേദ്കർ വിചാരിച്ചത്. എന്നാൽ ഈ രണ്ട് സ്കൂളിലും പെടാത്ത മൂന്നാമത്തെ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വഴിയിലേക്ക് കേരള ചരിത്രത്തെ വെട്ടിത്തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇന്ത്യയിലെ മറ്റേത് പ്രദേശത്തും വ്യത്യസ്തമായ ഒരു പ്രദേശമായത്. അത് തുടക്കം കുറിച്ച് ഏതാണ്? 1921 മലബാർ കലാപം. അതൊന്നും വിശദീകരിക്കുന്നില്ല. മലബാർ കലാപത്തെ കുറിച്ച് പഠിച്ച ഡോക്ടർ പണിക്കർ പറഞ്ഞതുപോലെ എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്. ലോർഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം കേട്ടോ. താങ്ങും തണലും, ഈ താങ്ങിനും തണലിനുമെതിരായിട്ടുള്ള സമരമാണ് ഇവിടെ നടന്നത് മലബാറിൽ 1921. അതൊരു വലിയ വിച്ഛേദമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് വൈക്കം സത്യാഗ്രഹം, ഞാൻ വിശദാംശങ്ങൾക്ക് പോയില്ല, ഒക്കെ നടക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിക്കും നാരായണ ഗുരുവിനും അവർ പ്രതികരിച്ച നേരത്തെ പറഞ്ഞ പ്രവണതകൾക്കും എതിരായ ഒരു നീക്കമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത് കോൺഗ്രസ്സാണ്. പക്ഷെ അതുപോലൊരു സത്യാഗ്രഹ സമരത്തിന് ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ വിശദാംശങ്ങളിൽ പോണില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനോട് അകലം പുലർത്തുകയും അതിനെ സംശയത്തോടെ നോക്കുകയും ചെയ്ത ആളാണ് നാരായണ ഗുരു. എന്നാൽ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനും ഗാന്ധിയുടെ അനുയായിയുമായ TK മാധവന്റെ മുൻകൈയിലാണ് ഇത് നടക്കുന്നത്, വൈക്കം സമരം നടക്കുന്നത്. അതുകൊണ്ട് ഈ വൈക്കം സമര സത്യാഗ്രഹ സന്ദർഭത്തിൽ ഗാന്ധി അവിടെ വരുന്നുണ്ട്, ഗുരു അവിടെ വരുന്നു. രണ്ടുപേരും ഈ TK മാധവന്റെ മുൻകൈയിൽ നടന്ന ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും അതിന് ആശിസർപ്പിക്കുകയും അതിന് ഉപദേശങ്ങൾ നൽകുകയും അതിന് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രസ്ഥാനത്തോട്, ഏത് പ്രസ്ഥാനത്തോട്? അതായത് ഈ ജാതിജന്മി വൈക്കം സത്യ അതിൻ്റെ ഒരു മുഖമാണ്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവണമെന്ന ആശയത്തോട് ഗാന്ധി വിയോജിക്കായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം, അതാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ആ കോൺഗ്രസുമായി ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനമായ കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ
വളരെയേറെ എന്താണ് വിയോജിപ്പുള്ള ആളായിരുന്നു ആര്? നാരായണ ഗുരു. അപ്പോൾ ഈ രണ്ട് സ്കൂളിൻ്റെ പ്രതികളാണ് ഗാന്ധി നാരായണ ഗുരു. ആ ഗാന്ധി നാരായണ ഗുരു 1925 വൈക്കം സമര സന്ദർഭത്തിൽ അവിടെ കണ്ടുമുട്ടിയിട്ട് ഈ ജാതി പ്രശ്നത്തിൽ അവർ നടത്തിയിട്ടുള്ള ഡിസ്കഷൻ എന്താ? ഒന്ന് ഗാന്ധിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതാണ് അയിത്തോച്ചാടനമാണ് ജാതി പ്രശ്നത്തിന് പരിഹാരമായിട്ട് ആര് കാണുന്നത്? ഗാന്ധി കണ്ടത് എന്താണ്? കാരണം ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജാതി എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? ജാതി ഒരു കുറ്റമല്ല, ഒരു പാപമല്ല, ഒരു ഈവിളല്ല, ഒരു തിന്മയല്ല. ഡിസിസീവ് ഇംപെഡിമെന്റ്സ് ഓഫ് ഇന്ത്യൻ പ്രോഗ്രസ് എന്ന് മാർക്സ് പറഞ്ഞ ജാതി വ്യവസ്ഥ ഒരു തടസ്സമാണെന്ന് ആര് കരുതുന്നില്ല? ഗാന്ധി കരുതുന്നില്ല. പക്ഷേ എന്തുണ്ട്? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, അൺടച്ചബിലിറ്റി, അത് എന്താണ്? ജാതി വ്യവസ്ഥയുടെ ഒരു അബറേഷനാണ്. അതില്ലല്ലോ. അങ്ങനെ ജാതി വ്യവസ്ഥ അന്യൂനമായി നിലനിൽക്കണം, ഇതാണ് ഗാന്ധി കരുതിയത്. അതുകൊണ്ടാണ് ജാതി വിരുദ്ധ പ്രസ്ഥാനമല്ല, എന്താണ്? അയിത്തോച്ചാടന പ്രസ്ഥാനം. അംബേദ്കർ വിചാരിച്ചെന്താ? അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം. പക്ഷെ ആ ജാതി നിർമൂലനത്തെക്കുറിച്ച് അംബേദ്കർ എത്തിച്ചേർന്ന നിലപാടെന്താ? ജാതി നിർമൂലനത്തെക്കുറിച്ച് അംബേദ്കർ എത്തിച്ചേർന്ന നിലപാട് ഹിന്ദു ഇസത്തിൻ്റെ എന്താണ്? സ്വഭാവമാണ് ജാതി വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഹിന്ദു ഇസത്തിനകത്തു നിന്ന് ജാതി വ്യവസ്ഥയ്ക്ക് ഒരു പരിഹാരം അസാധ്യമാണ്. മനസ്സിലായി? അതുകൊണ്ട് അദ്ദേഹം ഹിന്ദുയിസത്തിന് പുറത്താണ്. എന്ന് പറഞ്ഞാൽ ജാതി ചങ്ങല പൊട്ടിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ആ ജാതി ചങ്ങലയിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് അഭികാമ്യം. അങ്ങനെ ജാതി ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ജാതി ചങ്ങലയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു സേഫ്റ്റി വാൾവ് എന്ന് പറയട്ടെ കണ്ടെത്തുകയാണ്. അതാണ് അദ്ദേഹം മതപരിവർത്തനം എന്നുള്ള ആശയത്തിലേക്ക് പോയത്. ഇത് രണ്ടും ഈ ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംവാദത്തിൽ വിഷയമാണ്, ചർച്ച ചെയ്തു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകില്ല. ഞാൻ ഈ പ്രസംഗത്തിനിടയ്ക്ക് വിശദാംശങ്ങളിലേക്ക് പോകില്ല, ഇടയ്ക്കിടയ്ക്ക് പോകും. അത് വിസ്തര ഭയം കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് പറയാൻ ഇഷ്ടമില്ലായിട്ടില്ല, വിസ്തര ഭയം. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഗുരു എന്താ പറഞ്ഞത്? മതപരിവർത്തനം. ഓക്കെ, ആത്മീയമായ വിമുക്തിക്ക് ഏത് മതവും സ്വീകരിക്കാം, അതിനെപ്പറ്റി അദ്ദേഹത്തിന് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം മതമായിരുന്നില്ല, മനുഷ്യനായിരുന്നു. അവിടെയാണ് വ്യത്യാസം. ഗുരുവിനെ ഈ പരമ്പരയിൽ ഒരു ഏകാന്ത വിസ്മയമാക്കി മാറ്റിയത് അദ്ദേഹം മതമല്ല ഇതിൻ്റെ പരിഹാരം പ്രശ്നം. പിന്നെയോ മതത്തെ അല്ല മാറ്റേണ്ടത്, മനുഷ്യനെയാണ് മാറ്റുന്നത്. മതം മാറിയതുകൊണ്ട് മനുഷ്യൻ മാറില്ല. മനസ്സിലായോ? അതിന് ചികിത്സ, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറഞ്ഞ മാതിരി അതിന് ചികിത്സ വേറെ. ഇതിനെന്ത് വേണം? ഇതിന് ബേസിക് വേണ്ട എന്താ? വിദ്യാഭ്യാസം. 2 സ്വത്തവകാശം. ഇരിക്കാനൊരു പാർപ്പിടം ഉണ്ടാവണം, സ്വന്തമായിട്ടൊരു വീടുണ്ടാവണം, 6 അടി മണ്ണുണ്ടാവണം. അപ്പോഴല്ലേ ഈ ജന്മി തമ്പുരാനെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ജന്മിയുടെ വീശ കണ്ടിട്ടല്ല പേടിക്കുന്നത്. ജന്മിയുടെ കയ്യിൽ ഈ വൻ പാർക്കുന്ന ഭൂമിയെ ഒഴിപ്പിക്കാനുള്ള അധികാരവും അവകാശമുണ്ട്. അതിൻ്റെ മുകളിലാണ് ജന്മിയെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ സ്വന്തമായ സ്വത്തുണ്ടാവുകയും വിദ്യാഭ്യാസം ഉണ്ടാവുകയും ചെയ്താൽ ഈ ജാതി വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും. അതുമാത്രമാണ് പരിഹാരം എന്ന വളരെ കൃത്യമായ നിരീക്ഷണം നാരായണ ഗുരു ആ ഗാന്ധിയുമായിട്ടുള്ള സംവാദത്തിൽ നടത്തുന്നുണ്ട്. ഈ നാരായണ ഗുരുവിൻ്റെ ആശയത്തെ, കാഴ്ചപ്പാടിനെ, പ്രോജക്റ്റിനെ ഏറ്റെടുക്കുകയും നാനാതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരിമിതികളുടെയും നടത്തുന്നുകൊണ്ട് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കുറ്റമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ആ കുറ്റത്തിന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊന്നു. ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി. നോക്കൂ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പറയുമ്പോൾ എല്ലാം പറയുന്നുണ്ട്.
ഈ പറഞ്ഞ നവോത്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സഹായത്തോടുകൂടി ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാത്തൊരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടുള്ള ആളുകൾ ജാതിക്കെതിരാണ്, പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണെന്നൊരു പൊസിഷൻ എടുത്തു വരും. ബ്രിട്ടീഷുകാർക്കെതിരായി ജാതിയുടെ കൂടെ നിന്നവരും രണ്ട് തരത്തിലുള്ള ആളാണ്. അതിന് വ്യത്യസ്തമായിട്ട് ജാതി പോകണമെങ്കിൽ ബ്രിട്ടീഷുകാരും പോകണം എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തി എന്നുള്ളതാണ് കേരള ചരിത്രത്തെ സവിശേഷമാക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ സ്പെസിഫിസിറ്റി. നോക്കൂ, 1792 വിവേകാനന്ദൻ വന്നിട്ട് ഭ്രാന്താലയം എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യയിൽ. മറ്റെല്ലായിടത്തും പോയിട്ടാണ് വിവേകാനന്ദൻ വളർത്തിയത്. അവിടെ ഒന്നുമില്ലാത്ത ജാതി ഇവിടെ ഉണ്ടായിരുന്നു. പട പേടിച്ച് പന്തളത്ത് വന്നപ്പോൾ പന്തം കൊളിച്ച് പടയായിരുന്നു. ആ കേരളത്തിൽ നിന്നാണ് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയത്. ആ കേരളത്തെയാണ് നമ്മൾ മാറ്റി തീർത്തത്. ഈ ഭ്രാന്താലയം എന്നുള്ള വിശേഷണം സർവ്വഥ ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശത്തും ഇന്നും വ്യത്യസ്തമായ ആ ഒരു കോണ്ടക്സ്റ്റിൽ അല്ലെങ്കിൽ വേറെ കോണ്ടക്സ്റ്റിൽ ബാധകമാണ്. എന്നാൽ താരതമ്യേന ജീവിതത്തിൻ്റെ എല്ലാം ഏത് മാനദണ്ഡം എടുത്ത് നോക്കിയാലും ഒരു മുൻനിര സമൂഹമായിട്ട് കേരള സമൂഹം മാറുന്നത് ഈ ചരിത്രത്തിൻ്റെ ട്രാജക്ടറിയിൽ വന്നിട്ടുള്ള ഗംഭീരമായ ഈ അതാണ് ഷിഫ്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് SNDP എടുക്കുക. ഇതൊക്കെ പച്ചക്ക് പറയാലോ, എന്തിനാണ് ഇപ്പോൾ ഇത് മൂത്തി വെച്ച് പറയണത്. SNDP 1931 നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചു. SNDP ശരിയായ കാര്യമാണ്. നിവർത്തന പ്രക്ഷോഭം പണിമുടക്ക് സമരം തന്നെ. ആ സമരം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ SNDPയുടെ റോളെന്താ? 1938 സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉണ്ടാവണം തിരുവനന്തപുരത്ത്. ആ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ ഒറ്റിക്കൊടുക്കുകയും ഈ തിരുവിതാംകൂർ രാജാവിനും ആ രാജാവിൻ്റെ കുപ്രസിദ്ധനായ ദിവാനായ CP രാമസ്വാമി അയ്യരുടെയും മുന്നിൽ എന്താണ് സമസ്താപരാധവും പറഞ്ഞ് തങ്ങളെ തന്നെ ഈ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമാണ് ഈ സംഘടനകൾക്കൊക്കെ ഉള്ളത്. അത് NSS ആയാലും വേണ്ടില്ല, SNDP ആയാലും വേണ്ടില്ല, ക്രിസ്ത്യൻ സഭകളായാലും വേണ്ടില്ല, മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാരായാലും വേണ്ടില്ല. ഇവരെല്ലാവരും 1938 കൂടി അവരുടെ ഈ പരിഷ്കരണത്തെക്കുറിച്ചിട്ടുള്ള വാചകമടികളൊക്കെ മടക്കി ചുരുട്ടി എടുത്തു വെച്ച് ഈ നാടുവാഴിത്തത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന നാടങ്കത്തെ കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. ഇപ്പം നോക്കൂ, തൃശ്ശൂർ 1940 തൃശ്ശൂർ ടൗണിൽ ഇലക്ട്രിസിറ്റി കറണ്ട് മറ്റേ ഡിസ്ട്രിബ്യൂഷൻ അത് സ്വകാര്യ കമ്പനിയാണ് നടത്തിയത്. അന്ന് തൃശ്ശൂർ കൊച്ചിയിൽ രാജാവാണ്. രാജാവിൻ്റെ കീഴിൽ ദിവാനുണ്ട്. സർ ഷൺമുഖൻ ചെട്ടി എന്നാണ് ദിവാൻ്റെ പേര്. ഈ ദിവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഒരു ചെന്നൈയിലുള്ള കമ്പനിക്ക് ഈ കരാറ് കൊടുക്കാൻ ശ്രമിച്ചു. അതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ പൗരാവലി തെരുവിലിറങ്ങി. ആ പൗരാവലിയുടെ സമരത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഈ ഷൺമുഖൻ ചെട്ടിയുടെ ഈ തട്ടിപ്പ് വിദ്യക്ക് പരസ്യമായി പിന്തുണ കൊടുക്കുകയാണ് ഈ പറഞ്ഞ സംഘടനകൾ ഉപയോഗിച്ചത്. ഞാൻ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ചു. അതിൻ്റെ ഏറ്റവും പീക്കാണ് പുന്നപ്ര വയലാർ സമരം. ഈ നാടുവാഴിത്തത്തിനും ബ്രിട്ടീഷ് അധികാരത്തിനും ജാതി മേധാവിത്വത്തിനും ഈ പ്രാകൃത സമൂഹത്തിനും ഈ കൊളോണിയലിസത്തിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ സമരത്തിൻ്റെ സമുന്നതമായൊരു സന്ദർഭമാണ് പുന്നപ്ര വയലാർ സമരം. ആ പുന്നപ്ര വയലാർ സമരത്തെ ഇവരെല്ലാവരും ഒറ്റുകൊടുത്തു. ഇവരെല്ലാവരും അതൊന്ന് വിട്ടുനിന്നു. ഒരാൾക്കും അതിന് പങ്കില്ല. എന്നാൽ എല്ലാ സമുദായത്തിലും പെട്ട പാവപ്പെട്ട മനുഷ്യർ പ്രാണബലി അർപ്പിക്കാൻ പോലും തയ്യാറായിട്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ ആണ് ഒരു പുതിയ കേരളം ഉണ്ടായത്. ആ പുതിയ കേരളത്തിൽ 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന അങ്ങനെയാണ്. 1937 വെറും 4 ആളുകൾ കൂടി ചേർന്ന പാർട്ടി 1957 40% മലയാളികളുടെ പിന്തുണയുള്ള പാർട്ടിയായി മാറിയത് വെറുതെയല്ല, ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട്, ഈ ചോരയും വേർപ്പും വീണ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട്. അങ്ങനെ 57 ആ 57 ആ ഗവൺമെൻറ് ചെയ്തെന്താ? ഈ നാരായണൻ എന്ന് പറഞ്ഞ കാര്യം നടപ്പാക്കാൻ ശ്രമിക്കുക ചെയ്തു. വേറെ കുറ്റം ചെയ്തിട്ടില്ല. എന്ത്? വിദ്യ സ്വത്ത് റീഡിസ്ട്രിബ്യൂഷൻ, അതാണ് വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണവും. ആ 2 നിയമങ്ങൾക്കും എതിരായി ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ സകല
ഇത് എന്താണ് പുരോഗമനം എന്ന് പറയുന്നവരും പ്രതിരോധ ശക്തികൾ എന്ന് പറയുന്നവരും യാതൊരു മറയും നാണവും ഇല്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരത്തിൽ ഈ ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും നടപ്പാക്കിക്കൊണ്ട് നാരായണഗുരു പറഞ്ഞ ജാതി ഇല്ലാതാക്കാനുള്ള നാരായണഗുരു മുന്നോട്ട് വച്ചിട്ടുള്ള അടിസ്ഥാന കാഴ്ചപ്പാടിനെ ഈ ഭരണത്തിൻ്റെയും നിയമത്തിൻ്റെയും പരിമിതിക്കകത്ത് വന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ച സർക്കാരിനെതിരെ വിമോചന സമരം നടത്തി എന്നുള്ളത് മറക്കരുത്. അതോടുകൂടി എന്താ സംഭവിച്ചത്? ആണ് എൻലൈറ്റൻമെന്റ് ഹാസ് ടേൺഡ് ഇൻടു ഇറ്റ്സ് ഓപ്പോസിറ്റ്. നവോത്ഥാനം അതിൻ്റെ വിപരീത ദശയിലേക്ക് തിരിഞ്ഞുപോയി. ഇന്ന് നമ്മൾ കേരളത്തിൽ നമ്മൾ ജാതി വരുന്നു, അന്ധവിശ്വാസം വരുന്നു, പ്രാകൃതത്വങ്ങൾ വരുന്നു, മന്ത്രവാദം വരുന്നു, ജ്യോതിഷം വരുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഈ കരച്ചിലേക്ക് നമ്മുടെ കേരളത്തെ എത്തിയത് 20-ാം നൂറ്റാണ്ടിലെ സ്വന്തം യൗവനം മുഴുവൻ സമർപ്പിച്ച് വലിയ പുതിയൊരു കേരളത്തിന് വേണ്ടി പോരാടിയവരുടെ മഹാത്യാഗങ്ങളുടെ ഫലമായിട്ടുള്ള പുതുകേരളത്തെ അതിൻ്റെ പ്രഭാതത്തിൽ വെച്ച് തന്നെ, അതിൻ്റെ ഇളമയിൽ വെച്ച് തന്നെ അരിങ്കൊല ചെയ്യാൻ നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് വിമോചന സമരം. ആ വിമോചന സമരം ആണ് ഈ പ്രോജക്റ്റിനെ എന്താക്കിയത്? ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റായിട്ട് മാറ്റിയത്. പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്ന പദ്ധതിയെ ഒരു അപൂർണ പദ്ധതിയായി അവശേഷിപ്പിച്ചത് ഈ കൂട്ടുകെട്ടാണ്. ഇതിന്റെ ഫലമായിട്ട് എന്ത് വന്നു നോക്കൂ. ഭരണഘടനയെ പറ്റി വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യാം. പക്ഷെ ഈ ഭരണഘടനയിലെ വകുപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ആ വിദ്യാഭ്യാസ നിയമത്തിൻ്റെയും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും എന്താണ് അടിസ്ഥാന സങ്കല്പനങ്ങളെ മുന്നോട്ട് പോകും. ഇപ്പൊ ജന്മിത്വം പ്രതിഫലം കൂടാതെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കാർഷിക ബന്ധ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല. കാരണം സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വകാര്യ സ്വത്ത് അവകാശം എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന ഒരു വിശുദ്ധ സ്വകാര്യ സ്വത്തിൻ്റെ വിശുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒന്നാണെന്ത് ഇന്ത്യൻ ഭരണഘടന. രണ്ടാമത് ന്യൂനപക്ഷ അവകാശത്തിൻ്റെ പേരിലാണ് സ്കൂൾ അധ്യാപകർക്ക്, എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ കൊടുക്കാം. പക്ഷേ അവരെ നിയമിക്കാൻ ആരാണ്? മാനേജർ. എന്താ രീതി അത്? എന്താ അതിക്രമം അത്? എന്താ അധർമ്മം അത്? സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രമല്ല നിയമനാധികാരവും PSCക്ക് വിടാനാണ് ബില്ല് വന്നത്. മുണ്ടശ്ശേരിയുടെ ബില്ല്. ആ മുണ്ടശ്ശേരിയുടെ മണ്ടയിൽ ചേരിച്ചോറോ തരായെന്ന് വിളിച്ചു നടന്ന ആളുകൾ ഇപ്പം നമുക്ക് കാണാം ഇവിടെ എവിടെയെങ്കിലൊക്കെ. അന്നാ ബില്ല് പാസ്സാക്കിയിരുന്നു വെച്ചാലോ. ഇന്ന് ഏതെങ്കിലും സ്വകാര്യ സ്കൂളിൽ ഒരു ദളിതനുണ്ടോ? ഞാൻ 30 കൊല്ലം MES കോളേജിൽ പഠിപ്പിച്ചതാണ്. ഒറ്റ ദളിതൻ അവിടെ അധ്യാപകരായിട്ട് വന്നിട്ടില്ല. എന്താ കാരണം? വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിയമനം മാനേജർമാർക്കാണ്. അതെന്തിൻ്റെ പേരില്ല? ഈ ഭരണഘടനയുടെ വകുപ്പ് ഉപയോഗിച്ച് എന്താണ് ഈ വാസവ്യവസ്ഥയുടെ കരചരണങ്ങൾ ഛേദിച്ചതുപോലെ ഈ നിയമത്തിൻ്റെ കരചരണങ്ങൾ ഛേദിച്ച് ചുടലയിലേക്ക് തള്ളിയതാണ് ആ വിമോചന സമരവും അനന്തര ഭരണവും അനന്തര സംഭവങ്ങളും. ഇതാണ് ഇന്ന് നമ്മൾ അതാണ് ആദ്യ പാപം. അവിടെ നിന്ന് തുടങ്ങണം. അതുകൊണ്ട് ആ വിമോചന സമരത്തെ ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടവുമായി ചേർത്ത് വെച്ചുകൊണ്ടല്ലാണ്ട് പുതിയ കേരളത്തിൻ്റെ പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അധരവ്യായാമം മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഇനി നിർത്തുന്നു. ഈ കേരളത്തിൽ ഈ 10 വിമോചന സമരം കഴിഞ്ഞു 59. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് വീണ്ടും ഒരു 60-65 കൊല്ലം കഴിഞ്ഞു. ഇപ്പം എന്താ കേരളത്തിലെ സ്ഥിതി? വാസ്തവ വിമോചന സമരം ഇത് മുഴുവൻ ഇപ്പോൾ വളഞ്ഞു നിൽക്കുക. വിമോചന സമരം സൃഷ്ടിച്ച സകല പ്രതിലോമ പ്രവണതകളും ഇപ്പോൾ പൂത്തുലച്ച് നിൽക്കുക. ഈ പുതിയ ജാതി പുതിയ ജാതീയതയുണ്ട്. ഇന്നും ജാതിയല്ല. നാരായണഗുരു പറഞ്ഞ ജാതി ഇപ്പം ഇല്ല. അത് പുതിയ സാധനം. അപ്പോൾ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ഇപ്പം ഇല്ല. പക്ഷെ ഇപ്പോൾ ജാതിയുണ്ട്. ആ ജാതിയാണ് തെറ്റിദ്ധരിക്കണ്ട. ഇത്രയും കാലത്തെ ഈ 100 കൊല്ലത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യർത്ഥ വ്യായാമമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നാരായണഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും കരിവള്ളൂരിലും കയ്യൂരിലും പുന്നപ്രയിലുമൊക്കെ ഒരുതി മരിച്ച ധീരരക്തസാക്ഷികളുടെയും
പ്രാണബലി വ്യർത്ഥ വ്യായാമമായിരുന്നു എന്ന് എഴുതരുത്. മാറിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം അപൂർണമായിരുന്നു. അതിൻ്റെ പഴുതിലൂടെ പ്രതിലോമ ശക്തികൾ പുതിയ രൂപത്തിൽ അവതരിച്ചു. ഇന്ന് ആ ജാതിയല്ല, ഇന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നൊരു പുതിയ ജാതിയാണ്. വിശദാംശങ്ങൾക്ക് എനിക്ക് പോവാൻ സമയമില്ല. അതുകൊണ്ട് ഈ ജാതീയതയുടെ വേരെവിടെ? ഈ പുതിയ ജാതീയത കേരളത്തിൽ, ഈ പുതിയ ജാതിയുടെ വേര് ഈ പുതിയ കേരളത്തിലെ ധനിക വർഗത്തിൻ്റെ ലാഭലോഭങ്ങളിലാണ്. കേരളത്തിലെ പുതിയ ധനിക വർഗം ജന്മിമാരല്ല. പുതിയ ധനിക വർഗം വ്യാപാരികളാണ്. പുതിയ ധനിക വർഗം സേവന വ്യവസായികളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പണം മുടക്കിയ, ഞാൻ എൻ്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി, ഇവരൊക്കെയാണ് പുതിയ പ്രമാണിത്വം, പുതിയ ധനിക വർഗം. ഈ പുതിയ ധനിക വർഗത്തിൻ്റെ ലാഭലോഭത്തിന് ആയുധം ധരിച്ച് കാവൽ നിൽക്കുന്ന ഐഡിയോളജിക്കാണ് എന്ത് പറയാ? ജാതീയത. ആണ് ജാതീയത. അതുകൊണ്ട് ഈ ജാതീയതക്കെതിരായിട്ട് ഉള്ള പോരാട്ടത്തിലൂടെ, ജാതീയതക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നത് ഈ പുതിയ ധനിക വർഗത്തിൻ്റെ ചൂഷണത്തിനെതിരായ, ആ ചൂഷണം അനുഭവിക്കുന്ന സാധാരണ സ്ത്രീ പുരുഷന്മാരെ, യുവതി യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് ഉള്ള സമരവുമായി ഈ പുതിയ കേരളത്തിൽ പത്തി ഉയർത്തി നിൽക്കുന്ന ജാതീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരായ സമരത്തെ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും 1959 അപൂർണമായി അവസാനിച്ച ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും.